എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്കൊരു ചക്കയരിശ്ശേരിയുടെ റെസിപ്പി കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചക്കയരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ചക്കച്ചുള എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ചക്കക്കുരുവും എടുത്തിട്ടുണ്ട്. ചക്കയരിശ്ശേരിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത് അതിനകത്ത് നമ്മൾ നല്ലതുപോലെ ചക്കക്കുരു ചേർത്ത് കൊടുക്കുമ്പോഴാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ചെമ്പരത്തി വരിക്ക എന്ന് പറയുന്ന ചക്കയാണ്. അപ്പോൾ അതിനൊരു ചുവന്ന കളറാണ് ഈ ചുളയ്ക്ക്, നല്ല ടേസ്റ്റുള്ളൊരു ചക്കയാണ്. അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഈ ചക്കയുടെ കറക്റ്റ് അളവ് പറയാൻ എനിക്കറിയത്തില്ല, എന്നാലും ഒരു ചക്ക നമ്മൾ 4ആയിട്ട് ഭാഗിച്ചിട്ട് അതിനകത്തൊരു ഭാഗം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിലാണ് നമ്മൾ ചക്ക എരിശ്ശേരി വെക്കാനായിട്ട് അരിയുന്നത്. നമുക്കതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഒന്ന് അരിഞ്ഞതിന് ശേഷം ചക്കക്കുരുവും കൂടെ അരിഞ്ഞിടാം. ആ ഒരു ചക്കക്കുരു നമ്മൾ 3ആയിട്ട് കണ്ടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ചക്കക്കുരുവിൻ്റെ ആ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം എടുക്കാൻ. അതിൻ്റെ ബ്രൗൺ കളറിലുള്ള ഭാഗം എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അതിന് മേളിലൊരു പാട പോലുള്ള ഭാഗമുണ്ട്, അത് നമ്മൾ നിർബന്ധമായിട്ടത് മാറ്റിയിരിക്കണം. ഇനി നമുക്കിത് എല്ലാം കൂടെ കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ അരിഞ്ഞെടുക്കേണ്ടുന്നത്. ഇനി നമുക്കതിലോട്ട് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പരലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആ ഉപ്പും മുളക് പൊടിയൊക്കെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം നമുക്ക് ബാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിന് ആ നിരം വരെ നിൽക്കത്തക്ക വേണം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ആ ചക്കയുടെ ആ ഒരു നിരപ്പിന് തന്നെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ആ മീഡിയം ഫ്ലെയിമിലൊരു 4 വിസിൽ വരത്തക്ക വേണം വേവിച്ചാൽ മതി. അപ്പോൾ ചക്കക്കുരുവൊക്കെ നമുക്ക് നല്ലതുപോലെ വെന്ത് കിട്ടണം. അപ്പോൾ എരിശ്ശേരിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയൊന്ന് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒരു തേങ്ങ ഫുള്ളായിട്ട് തിരിങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഈ വലിയ പോർഷനാണ് ചക്ക എരിശ്ശേരിക്ക് അരപ്പിനായിട്ട് എടുക്കുന്നത്. അതിൽ ചെറിയ ഭാഗം എന്ന് പറയുന്നത് നമുക്ക് വറുത്തിടാനായിട്ട് എടുക്കുന്നതാണ്. പിന്നെ ഏറ്റവും ചെറിയത് ഞാൻ മോര് കാച്ചാനായിട്ട് മാറ്റി വെച്ച തേങ്ങയാണ്. അപ്പോൾ അരപ്പിനായിട്ട് നമുക്കൊരു 1/4 ടീസ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 4-5 കാന്താരി മുളകും പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ ചക്ക വേവിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ 1/2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലോട്ടിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം. ചക്ക എരിശ്ശേരിക്ക് നമ്മൾ അരയ്ക്കുമ്പോൾ ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുക്കത്തില്ല. ഞാൻ കാണിക്കുന്ന ഈ ഒരു അളവിൽ വേണം നിങ്ങൾ തേങ്ങ അരച്ചെടുക്കേണ്ടുന്നത്. അപ്പോൾ തേങ്ങ ഞാൻ എടുത്തത് ഏകദേശം 1 കപ്പോളം വരുന്നുണ്ട്. പിന്നെ നമ്മൾ ചക്കയുടെ അളവിനനുസരിച്ച് അരപ്പിനൊക്കെ വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ എരിശ്ശേരി വെക്കുമ്പോൾ അതിനനുസരിച്ച് വേണം തേങ്ങയൊക്കെ എടുക്കാനായിട്ട്. അപ്പം ചക്ക ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് തുറന്ന് നോക്കാം. നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ വെള്ളത്തിൻ്റെ അളവൊന്നും കൂടിപ്പോയിട്ടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് വെന്തോന്നൊന്ന് നോക്കാം. അപ്പോൾ ഒരു ചക്കക്കുരു എടുത്തിട്ട് തന്നെ നമുക്കതൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. അപ്പോൾ ചക്കക്കുരു നല്ലതുപോലെ വെന്തെങ്കിൽ ചക്കയും നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ചക്കക്കുരു എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് വേവിച്ചെടുത്താൽ മതി. ഇനി ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ചക്കയൊക്കെ നല്ലപോലെ ഉടച്ചൊന്ന് എടുക്കണം നമ്മൾ. അപ്പോൾ വെള്ളമൊന്നും ഇനി ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റ് അളവിലാണ് വെള്ളമൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് അരപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചക്കച്ചുളയൊക്കെ നല്ലതുപോലെ വെന്തുടഞ്ഞ് ആ അരപ്പുമായിട്ട് നല്ലതുപോലെ ചേരണം. അന്നേരമാണ് നമ്മുടെ ചക്ക എരിശ്ശേരിക്ക് ആ ഒരു നല്ല ടേസ്റ്റൊക്കെ കിട്ടുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കണം. അത് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. അപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നോളും. നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലോട്ട് തേങ്ങയും കൂടെ വറുത്തിട്ടാൽ മതി. നമ്മുടെ ചക്ക എരിശ്ശേരി അപ്പോഴത്തേക്ക് റെഡിയാവും. നമുക്കൊരു ചീനച്ചട്ടിയിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ലൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലോട്ടൊരു 2 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 പിടിയോളം തേങ്ങ ചിരകിയതുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല ബ്രൗൺ നിറമാവുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ഈ തേങ്ങ വറുത്തത് ചേർക്കുമ്പോഴാണ് ചക്ക എരിശ്ശേരിക്കായാലും നമ്മുടെ മത്തങ്ങ എരിശ്ശേരി വെച്ചാലും എല്ലാം ഈ തേങ്ങ വറുത്തിടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തേങ്ങ വറുത്തിടാൻ മറക്കരുത്. അത്ര ടേസ്റ്റാണ് നമ്മൾ തേങ്ങ കൂടെ വറുത്തിട്ട് ചക്ക എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ. അപ്പം തേങ്ങ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ചക്ക എരിശ്ശേരിയിലോട്ട് ഇട്ട് കൊടുക്കാം.
തേങ്ങ വറുത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചക്കയെരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടോടെ നമുക്കൊരു പാത്രത്തിലിട്ടിട്ട് ചക്കയെരിശ്ശേരി മാത്രം കഴിക്കാം, അത്ര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.